+2-വിൽ ഉന്നത വിജയം നേടിയ പെൺകുട്ടിയായിരുന്നു. പക്ഷേ വണ്ണം കൂടിയാൽ തന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചു. പ്രാതൽ പൂർണ്ണമായും ഒഴിവാക്കി. ഭക്ഷണം നൽകിയാൽ അല്പം കഴിച്ച് ബാക്കി കളയും. മാസങ്ങളായി ഇതായിരുന്നു ശീലം. യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ഈ പതിവ് തുടങ്ങിയതെന്ന് ബന്ധുക്കൾ. ശരീരം തടിച്ചൂടുവോ അല്ലെങ്കിൽ ഞാൻ തടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആകുലത പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ മെലിഞ്ഞു പോയി കഴിഞ്ഞാൽ ശരീര സൗന്ദര്യം കൂടുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. സാധാരണ നമ്മുടെയൊക്കെ പോലെ ആവശ്യത്തിന് സൗന്ദര്യവും ശരീരത്തിന് തടിയും എല്ലാം മാത്രം ഉണ്ടായിരുന്ന നോർമലായ ഒരു കുട്ടിയായിരുന്നു. ശ്രീനന്ദയുടെ അന്നനാളവും ആമാശയവും ചുരുങ്ങുകയും ശരീരം ശോഷിക്കുകയും ചെയ്തിരുന്നു. നില വഷളായതോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെയാണ് മരണം. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇതേ രോഗത്തിന് ചികിത്സിച്ചിരുന്നെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം ശ്രീനന്ദ അവഗണിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു. ആദ്യം കുറച്ച് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നീട് ഇത് പൂർണ്ണമായിട്ടും ഭക്ഷണം ഒഴിവാക്കുന്ന സ്ഥിതിയിലേക്ക്, കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോകും. വയറടക്കം ചുരുങ്ങിപ്പോയി കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയി. ഇന്നലെ രാവിലെ മരിച്ച ശ്രീനന്ദയെ വൈകിട്ട് തന്നെ സംസ്കരിച്ചു. ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോഴാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നോർമലായിട്ട് ചിന്തിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണോ എന്നൊരു കാര്യമാണ്. യൂട്യൂബിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതേ കണക്ക് ഫോളോ ചെയ്യുവാണോ? ഫുഡൊക്കെ കഴിക്കാതിരുന്ന് വണ്ണം കുറയ്ക്കുക, സൗന്ദര്യം കൂട്ടുക എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ആൾക്കാർ ചെയ്യാറുണ്ട്. പക്ഷേ എന്തെന്ന് പറഞ്ഞ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് എങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. ചില യൂട്യൂബേഴ്സൊക്കെ ഈ ഒരു വീഡിയോ കൊച്ചു കണ്ടിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു കോമൺ ആയിട്ട് ചിന്തിച്ചുകൂടെ? എങ്ങനെയാണ് ഇതൊക്കെ നോക്കേണ്ടത്? ഇപ്പം ഡയറ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ വണ്ണം കുറയ്ക്കുന്നത് അത് ഓരോരുത്തരും ഇഷ്ടം, കുറയ്ക്കാൻ കൂട്ടാം. പക്ഷേ അത് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം. ഇപ്പോൾ അവരൊരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് അതിന് വേണ്ട ഫുഡെന്ന് പറയുമ്പോഴത്തേന് നല്ല ആവശ്യത്തിനുള്ള ആ ഒരു ശരീരത്തിന് വേണ്ട കാര്യം, വിറ്റാമിൻസോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം വേണം. അതിനനുസരിച്ച് എടുക്കണം. അല്ലാതെ ഫുള്ളായിട്ട് ഫുഡ് മൊത്തം കംപ്ലീറ്റ്ലി നിർത്തിയതിന് ശേഷം അതെങ്ങനെയാണ് വണ്ണം കുറച്ചിട്ട് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഈ കൊച്ച് മരിക്കുകയും ചെയ്തു. നല്ലയൊക്കെ മാർക്കും നല്ല പഠിക്കാനുള്ള കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. അതിൻ്റെ ജീവിതവും പോയി. നിങ്ങൾക്ക് ഇങ്ങനെ വണ്ണം കുറയ്ക്കണോ കൂട്ടണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിലോ ഇതൊന്നും കാണാതെ നിങ്ങളൊരു ഡോക്ടറിനെ പോയി കാണുക. അത് മെയിനായിട്ടൊരു കാര്യം. കാരണം ഓരോരുത്തരുടെ ബോഡി ഓരോ ടൈപ്പാണ്. ആ ഒരു ബോഡി ടൈപ്പിൽ ഓരോ ഫുഡ് പ്രവർത്തിക്കുന്ന ഓരോ രീതിയിലാണ്. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും ഒരേ കണക്കായിരിക്കത്തില്ല. ചിലവർക്ക് ഇത് വർക്കാവത്തുള്ളൂ. ചില കാര്യങ്ങൾ ചിലവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി ആയിരിക്കും തന്നെ മറ്റവർക്ക്. കാരണം ബോഡി ടൈപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബോഡി ടൈപ്പിനെ കുറിച്ച് അറിയുക. എന്നിട്ട് മാത്രം ഇതൊക്കെ ചെയ്യുക. ചുമ്മാ ആരെങ്കിലും ചില ഡോക്ടേഴ്സ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവർ തന്നെ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ ഈ ഒരു ഫുള്ള് ഒരു വ്യക്തിയുടെ അത് ഒരു ബോഡി ടൈപ്പിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ഫുൾ ഓരോ ടൈപ്പ് ബോഡീസിന് അതിനെങ്ങനെയാണ് ഈ ഫുഡ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഡയറ്റ് എടുക്കുന്നത് അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾ ഇത് കേൾക്കുമ്പോഴത്തേനും ഉടനെ ചാടിക്കയറി അതേ കണക്ക് ചെയ്യാൻ നിൽക്കാതെ ആദ്യമേ നിങ്ങളുടെ ബോഡി ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ടൈപ്പ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ പറയുന്ന രീതിയിൽ ഡയറ്റ് എടുക്കുക. അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം. പിന്നെ ധൃതിയിൽ ഭയങ്കരമായിട്ട് ഒരാഴ്ച കൊണ്ട് കുറയ്ക്കണം, ഭയങ്കര ഒരു 10-20 കിലോ ഒരാഴ്ച കൊണ്ട് കുറയ്ക്കണം അങ്ങനെയൊന്നും പറഞ്ഞ് ചെയ്യരുത്. കാരണം അതൊക്കെ നിങ്ങളുടെ ഓരോ അവയവങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇതൊക്കെ ചിന്തിക്കുക. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. അത് ഭയങ്കര ഒരു ഭാവിയിൽ ഭയങ്കര ഇഷ്യൂസിനൊക്കെ കാരണം ഉണ്ടാവാം.